നമസ്കാരം. കമ്മികൾക്ക് കൈയിട്ട് വാരാനുള്ള ഒരു ചാൻസ് കൂടി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. അതിൻ്റെ രോഷവും സങ്കടവുമൊക്കെ കമ്മികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കരഞ്ഞും പഴിച്ചും പ്രാഗിയും തീർക്കുന്നുമുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ക്ഷേമ പെൻഷൻ ഇനി നേരിട്ട് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഇപ്പോൾ സഹകരണ ബാങ്കുകൾ വഴിയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. അത് സഹകരണ ബാങ്കുകളിൽ നിന്നും മാറ്റി അവരവരുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കും. അത്രയേ ഉള്ളൂ. അതിനാണ് ഈ അന്തം കമ്മികൾ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്. അതിന് കാരണമുണ്ട്. കാരണം കൂടുതൽ സഹകരണ ബാങ്കുകളും CPM നിയന്ത്രണത്തിലുള്ളതാണ്. ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുമ്പോൾ 100 രൂപ വീതം കുറയുന്നതായി ചിലർ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. പേടി കാരണം ആരും പരാതിപ്പെടാറില്ല, മറിച്ചൊന്നും പറയാറുമില്ല. സർക്കാർ ഇനി മുതൽ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകൾ വഴി കൊടുത്താൽ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുന്ന കമ്മികളുടെ കഞ്ഞികുടി മുട്ടും. ഭരണം പോയതോടുകൂടി കമ്മികളുടെ എല്ലാ വഴികളും അടഞ്ഞതുപോലെയാണ്. ഇനി ആകെയുള്ള പ്രതീക്ഷ എന്തെങ്കിലും കാരണം പറഞ്ഞുള്ള ബക്കറ്റ് പിരിവ് മാത്രമാണ്. അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടാകണം, എന്നാലേ ബക്കറ്റ് എടുക്കാൻ പറ്റൂ. ഇനി ബക്കറ്റും എടുത്ത് ഇറങ്ങിയാൽ തന്നെ പഴയതുപോലെ ആളുകൾക്ക് പേടിയില്ല. എന്തെങ്കിലും 10ഓ 20ഓ കൊടുത്താലായി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കുമ്പോൾ പോസ്റ്റ് ഓഫീസുകൾ വഴി പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഗുണഭോക്താക്കളുടെ താല്പര്യം നോക്കി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിച്ചും പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങി. കണക്കനുസരിച്ച് 62 ലക്ഷത്തോളം പെൻഷൻകാരിൽ 26,62,000 പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിച്ചുമാണ് ഇപ്പോൾ പെൻഷൻ നൽകുന്നത്. ധനവകുപ്പിൻ്റെ പുതിയ ഉത്തരവനുസരിച്ച് പൂർണ്ണമായും കിടപ്പ് രോഗികൾക്ക് മാത്രമേ ഇനി പെൻഷൻ വീട്ടിലെത്തിക്കൂ. ബാക്കിയുള്ളവർക്ക് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ എത്തിക്കും. പ്രധാനമായും ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഈ തീരുമാനമെടുക്കുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ഗുണഭോക്താക്കളിലേക്ക് പെൻഷൻ തുക എത്തിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുള്ളതുകൊണ്ട്. 2, വിതരണം ചെയ്യാത്ത പെൻഷൻ പണം സഹകരണ ബാങ്കുകൾ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട്. കൂടുതൽ സഹകരണ ബാങ്കുകളും ഭരിക്കുന്നത് CPM ആണ്. നിക്ഷേപകരെ പോലും വഞ്ചിക്കുന്നു, എന്നിട്ട് കൈമലർത്തി കാണിക്കുന്നു. കരുവന്നൂരിലും മൈലപ്രയിലും വെള്ളത്തൂവലിലും സീതത്തോട്ടിലും നേമത്തുമൊക്കെ നമ്മളിത് കണ്ടതാണ്. ഇനി പെൻഷൻ പണം വയസ്സായ പാവങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ട് പറയുന്നതോ പിണറായി സർക്കാരാണ് പെൻഷൻ തരുന്നത്, ഞങ്ങളുടെ സർക്കാർ വന്നതിനു ശേഷമാണ് പെൻഷൻ തുക കൂട്ടിയത് എന്നൊക്കെയാണ്. കുറേ പാവങ്ങൾ അത് വിശ്വസിക്കും. ഇങ്ങനെ ഇവന്മാർ രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതിനെല്ലാം പൂട്ടുവീഴുകയാണ് UDF സർക്കാരിൻ്റെ പുതിയ പെൻഷൻ പരിഷ്കാരത്തിലൂടെ. ഈ മാസത്തെ പെൻഷൻ തുക പഴയ രീതിയിൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് അറിയുന്നത്. പക്ഷേ അടുത്ത മാസം മുതൽ കമ്മികളുടെ കഞ്ഞിയിൽ പാറ്റ വീഴുമെന്നുറപ്പായി. ഇതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ കരഞ്ഞു കമ്മികൾ മെഴുകുന്നത്. UDF സർക്കാർ പെൻഷൻ നിർത്തലാക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ടാണ് പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകാതെ ബാങ്ക് വഴി നൽകുന്നത് എന്നാണ് കമ്മികൾ പടച്ചുവിടുന്ന വ്യാജ പ്രചാരണമാണിത്. ഇതിനെതിരെ പെൻഷൻ വാങ്ങുന്നവരെ അണിനിരത്തി പ്രക്ഷോഭം നടത്തുമെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. എന്തായാലും പെൻഷൻ പണം എല്ലാവർക്കും കിട്ടും. അത് ഇനി മുതൽ കമ്മികളുടെ ഔദാര്യം പോലെ സ്വീകരിക്കേണ്ട കാര്യമില്ല. അന്തസ്സായി അവരവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കൊള്ളും. അപ്പോഴും ഒരാശങ്ക ബാക്കി നിൽക്കുന്നു. UDF സർക്കാർ ഇങ്ങനെ പോയാൽ കമ്മികൾ ഇനി എങ്ങനെ ജീവിക്കും? പണിയെടുത്ത് തിന്ന് ശീലമില്ല. ബക്കറ്റുമായി ഇറങ്ങാമെന്ന് വെച്ചാൽ പഴയതുപോലെ ക്ലച്ച് പിടിക്കുകയുമില്ല. അതിനൊരു കാരണവുമില്ല. ഇവറ്റകളെ പുനരധിവസിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി V.D. സതീശൻ സർക്കാർ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണുന്നതുവരെ.